സോ ഹായ്, നമ്മളെല്ലാവരും അത്രയും കെയർ ആൻഡ് കൺസേൺ കൊടുക്കുന്ന ഒരു കാറ്റഗറിയാണ് ബേബീസ് എന്നുള്ളത്. ആൻഡ് ബേബീസിൻ്റെ ഹെൽത്ത് എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൈമറി തിങ് ആണ്. സോ ഇന്ന് നമ്മുടെ കൂടെ ആരോഗ്യത്തിലുള്ളത് ഡോക്ടർ കീർത്തന. ഷീസ് എ നിയോനാറ്റോളജിസ്റ്റ്. സോ വെൽക്കം മാം. താങ്ക് യു. ന്യൂ മോംസിൻ്റെ ഒരു കംപ്ലയിൻസ് ആണ്, ലൈക്ക് അവർ ഉറങ്ങുന്ന സമയത്താണ് ബേബീസ് കിടന്ന് കരയുന്നത് എന്നുള്ളത്. അത് എന്തുകൊണ്ടായിരിക്കും? ജനറലി പറയുകയാണെങ്കിൽ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് രാവിലെ സമയത്ത് അമ്മ വർക്കിലൊക്കെ ആയിരിക്കും, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വെള്ളത്തിനുള്ളിൽ ഇങ്ങനെ കുലുങ്ങുന്ന പോലെ ഫീൽ ചെയ്യുമ്പോൾ അവർക്കതൊരു തൊട്ടിൽ കിടത്തിയ പോലത്തെ ഫീൽ ആയിരിക്കും. അപ്പം പിന്നെ രാത്രി അമ്മ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും ഇവർ ആക്റ്റീവ് ആവുക. അതേ റുട്ടീനാണ് പുറത്ത് വന്നാലും ഇവർ ഫോളോ ചെയ്യുന്നത്. ഒരു 3 to 6 months വരെയൊക്കെ ഇങ്ങനെ ആയിരിക്കും. പിന്നെയാണ് അത് നോർമലൈസ് ചെയ്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാനും എണീക്കാനും ഒക്കെ കുഞ്ഞും പഠിക്കുക. സോ മാം, ബേബീസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൺസേൺ ഉള്ളത് ഫസ്റ്റ് ടൈം പാരൻസ് ആവുന്നവർക്കായിരിക്കും. സോ ഞാൻ ജസ്റ്റ് ആ ഒരു ഇനീഷ്യൽ ക്വസ്റ്റ്യനോട് ബിഗിൻ ചെയ്യാണ്. മാമിന് ഇപ്പോൾ ഫസ്റ്റ് ടൈം പാരൻസ് ആവുന്നവരോട് പറയാനുള്ളത് എന്തായിരിക്കും അവരുടെ കൺസേൺസ് എന്നുള്ളത്? ലൈക്ക് ദേ വിൽ ബി ലുക്കിംഗ് ഫോർ എല്ലാ ഡീറ്റെയിൽസിലോട്ടും, ബേബീസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ ഈഗർ ആയിട്ടായിരിക്കും വാച്ച് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അതവർ അത്രയും വെറി ചെയ്യുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് അവർ ആ ഒരു വെറീനെസ് എന്നുള്ളത് ഡേഞ്ചറസ് ആയിട്ട് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ആദ്യം ന്യൂ ബോൺസ് എന്ന് പറഞ്ഞാൽ നിയോനേറ്റ് എന്ന് പറഞ്ഞാൽ ജനിച്ച ആദ്യത്തെ 28 ദിവസമാണ്. അപ്പം ഈ പീരിയഡിൽ ന്യൂ പേരൻസ് ആയിരിക്കും, ന്യൂ ബേബീസ് ആയിരിക്കും. അപ്പം മെയിനായിട്ട് ഉണ്ടാകുന്ന കൺസേൺ അവരുടെ ഫീഡിങ്ങിനെ കുറിച്ചായിരിക്കും. അപ്പം പിന്നെ ഫീഡിങ്ങിനിടയ്ക്ക് അവർ കാണിക്കുന്ന ചില ക്യൂസ്, ലൈക്ക് ഇപ്പം ചില കുഞ്ഞുങ്ങൾ ബ്രീത് ചെയ്തുകൊണ്ടിരിക്കുമ്പം സഡനായി സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ അതൊരു നോർമൽ കാര്യമാണെന്നുള്ളത് മിക്ക പേരൻസിനും അറിയില്ല. ഒരു 5 to 10 seconds ഒരു ബ്രെത്ത് എടുത്ത് നിർത്തുന്നത് നോർമലാണ്. അതിനെ പീരിയോഡിക് ബ്രീതിങ് എന്ന് പറയും. നോർമലി എല്ലാ നിയോനേറ്റ്സിലും ഇതുണ്ടാവും, ഈ പാറ്റേൺ ഓഫ് ബ്രീതിങ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് അവർ ലൈക്ക് നോർമലായിട്ട് നിൽക്കുന്ന സമയത്താണോ അതോ സ്ലീപ്പ് ചെയ്യുന്ന സമയത്താണോ? നോർമലിയും കാണാം, സ്ലീപ്പിനിടയ്ക്ക് കാണാം. അവരുടെ നോർമൽ ബ്രീതിങ് പാറ്റേൺ ആയിരിക്കും. അങ്ങനെ ഒരു കുറച്ച് സമയം ശ്വസിക്കുക, എന്നിട്ട് ഒരു 5 to 10 seconds ഒരു പോസ് എടുക്കുക, പിന്നെയും കണ്ടിന്യൂ ചെയ്യാം. ഇത് നോർമലാണ്. പക്ഷേ ഇത് അബ്നോർമൽ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ മാസം തികയാതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രീടേം ബേബീസ്, അവർ ഈ ശ്വാസം പിടിച്ചു വെക്കും. അത് ഒരു മോർ ദൻ 20 seconds ഒക്കെ ഉണ്ടാകാം. അത് നോർമൽ അല്ല. അതിന് ആപ്നിയ എന്ന് പറയും. അതിന് മെഡിക്കൽ അറ്റൻഷൻ വേണം. അതൊരു നോർമൽ പാറ്റേൺ ഓഫ് ബ്രീതിങ് അല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട, പെട്ടെന്ന് ഇപ്പോൾ മൂക്കുന്നൊക്കെ പാല് വന്നതിന് ശേഷം കുഞ്ഞ് ശ്വസിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കേട്ടിട്ടുള്ളതാണ്, അതായത് നമ്മളുടെ ന്യൂ ബോൺസ് എന്നുള്ള അവരുടെ ബ്രെയിൻ ഗ്രോ ചെയ്യുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ ആ 1000 minutes ആണെന്നുള്ളത്. ഇസ് ദാറ്റ് റിയലി ട്രൂ ഓർ? ഫസ്റ്റ് 1000 minutes എന്നല്ല, എക്സാക്ട്ലി ഫസ്റ്റ് 1000 days. അതാണ് നോർമലി ബേബീസിൻ്റെ ഏറ്റവും മാക്സിമം ബ്രെയിൻ ഗ്രോ ചെയ്യുന്ന ടൈം. അപ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ദ ടൈം ഓഫ് കൺസെപ്ഷൻ മുതലാണ്. അമ്മ കൺസീവ് ചെയ്ത ആ ഡേ മുതൽ അപ് ടു ഫസ്റ്റ് 2 years ഓഫ് ലൈഫ്. അതാണ് ഏറ്റവും കൂടുതൽ മാക്സിമം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയം. ഡെഫിനറ്റ്ലി ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ബ്രസ്റ്റ് ഫീഡിങ്, പിന്നെ മദറുമായിട്ടുള്ള ബോണ്ട്, ബേബിയുടെ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ. ഇതൊക്കെ നോർമൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഫാക്ടേഴ്സാണ്. അതുപോലെ തന്നെ ലൈക്ക് ബേബീസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വി ക്യാൻ സീ ലൈക്ക് അവർക്ക് ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ പനി വരുന്നത്, ഫീവേഴ്സ് വരുന്നത്. അതൊക്കെ അവർക്ക് ന്യൂ തിങ് ആയിരിക്കും. സോ ഫീവർ എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള ഒരു സൈൻ ആണോ ബേബീസിൽ, അതോ അത് നമ്മൾ അത്രയും മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു കാറ്റഗറി ആണോ? ജസ്റ്റ് ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ മാത്രമാണ് അവരുടെ ഫീവർ എന്നുള്ളത്? ന്യൂ ബോൺസിൽ അങ്ങനെയല്ല. ന്യൂ ബോൺസിൽ ഫീവർ എന്ന് പറഞ്ഞാൽ നോർമൽ ബോഡി ടെമ്പറേച്ചർ മോർ ദാൻ 38 degree Celsius അല്ലെങ്കിൽ 100 degree Fahrenheit എന്നാണ് പറയുക. അപ്പോൾ നവജാത ശിശുക്കളിൽ ഈ എല്ലാ തരം ഫീവർ, എനി കൈൻഡ് ഓഫ് ഫീവർ ഇസ് ഡേഞ്ചറസ്. അത് കുഞ്ഞിന് പനിയോടൊപ്പം ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാ ഫീവറിനും ഒരു മെഡിക്കൽ അറ്റൻഷൻ എന്താണെങ്കിൽ ന്യൂ ബോൺ പീരീഡിൽ കിട്ടും. അതുപോലെ തന്നെ ലൈക്ക് ഫീവർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബോഡി ടെമ്പറേച്ചർ റൈസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ഫീവർ ആയിക്കൊള്ളുന്നില്ല. സോ ജസ്റ്റ് ഒരു റേസ് വരാന്നുള്ളതും വി ഹാവ് ടു ഗിവ് ഈക്വൽ കൺസേൺ അല്ലേ? അതെ, നമുക്കത് ഒരിക്കലും ഇപ്പോൾ വലിയ കുട്ടികളെ പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫീവർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിൽ നല്ല ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഇതിനൊപ്പം കുഞ്ഞുങ്ങൾ പാല് കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ മൂത്രം കുറവൊഴിക്കുക, ഉഷാറ് കുറഞ്ഞ പോലെ തോന്നുക, ഇതൊക്കെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉള്ളതിൻ്റെ സൈൻസുകളാണ്. അതായത് ഇപ്പോൾ ചെറിയൊരു ബേബിക്ക് ഫസ്റ്റായിട്ട് ഫീവർ വരിക എന്നുള്ളത് വിൽ ബി ലൈക്ക് എന്താ പറയുക, അവരുടെ ബോഡിയിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അത് നമ്മൾ വിസിബിൾ ആയിട്ടുള്ളതായിരിക്കണം എന്നില്ല. ലൈക്ക് അവർക്ക് കോണ്ടാക്ട്, നമ്മൾ യൂഷ്വലി വരുന്ന ആ ഒരു കോണ്ടാക്ട് ബേബീസിന് വരുന്നില്ലല്ലോ. സോ
അത് റെക്കഗ്നൈസ് ചെയ്യാണ്ട് പോകുന്നുണ്ടോ, അതോ ജസ്റ്റ് ഒരു ടെമ്പറേച്ചർ റേസ് ആണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം? ചിലപ്പം ചില മദേഴ്സ് ഓവറായി കൺസേൺഡ് ആവാറുണ്ട്. Okay. ഇപ്പം നമ്മൾ സ്വാഡിൽ ചെയ്ത് പൊതിഞ്ഞൊക്കെ വെക്കുമ്പോൾ നോർമലി ഉള്ള ടെമ്പറേച്ചർ ആയിരിക്കും, പക്ഷേ മിക്ക മദേഴ്സും ഇല്ല പനിക്കുന്നുണ്ട് കുഞ്ഞിന്, ചൂടുണ്ട് അങ്ങനെ പറഞ്ഞു വരാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, എല്ലാ ഇപ്പം ബോഡി ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞ അളവിലും കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി കുഞ്ഞിനെ നന്നായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ജനറലി ന്യൂ ബോൺ പീരീഡിൽ പനി കാണാറില്ല. പനി ഉണ്ടെങ്കിൽ അണ്ടർലൈൻ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനും കൂടി ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ കൊണ്ടും പനി വരാം. അപ്പം എന്താണെങ്കിലും ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെ, ഒരു റീൽ പോലത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൽ ആക്ച്വലി ബർത്ത് എന്നുള്ളത് അവർ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ലേഡി വാസ് ഡെലിവറിങ്. അപ്പം ആ കുട്ടി സഡൻലി നമ്മൾ എടുക്കുന്ന സമയത്ത് ആ കുട്ടി കരയുന്നില്ല. ഞാൻ സിനിമയിലൊക്കെ ഓൺ ദി അതർ ഹാൻഡ് കണ്ടിട്ടുള്ള ബോൺ ചെയ്യുന്നു, കുട്ടി അപ്പം തന്നെ കരയുന്നു. സോ ഈ ഫസ്റ്റിലെ കരച്ചിൽ എന്നുള്ളത് എത്ര സമയത്തിനുള്ളിൽ വരണം? അത് പെട്ടെന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ത്രെറ്റനിങ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സൈനാണോ? നോർമലി ഇപ്പം കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ലങ്സ് ഫുള്ളായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല. കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ പ്ലാസെന്റ അല്ലെങ്കിൽ മറുപിള്ളയിൽ നിന്നായിരിക്കും കുഞ്ഞിനെ ലഭിക്കുന്നത്. പക്ഷെ കുഞ്ഞ് ജനിച്ച് ഉടനെ കുഞ്ഞ് ആദ്യത്തെ ബ്രെത്ത് എടുത്ത് തുടങ്ങി കുഞ്ഞിൻ്റെ ലങ്സ് ഓപ്പൺ അപ്പ് ആകുകയും പിന്നെ കുഞ്ഞിന് ആവശ്യമുള്ള ഓക്സിജൻ ലങ്സിലൂടെയാണ് കുഞ്ഞിനെ ലഭിക്കുന്നത്. പക്ഷേ ഇപ്പം എല്ലാ കുഞ്ഞുങ്ങളും കരയണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നോർമലി ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മതിയാവും. അപ്പോൾ കരയാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്വസിക്കാതെയും കൂടി ഇരുന്ന് പിന്നെ കളറ് നീല കളറായിരിക്കുക, മസിൽ ടോൺ ഭയങ്കര പുവറായിരിക്കുക, കുഞ്ഞിനൊരു അനക്കമില്ലാതിരിക്കുക, അത് ഡേഞ്ചറസ് ആണ്. അല്ലാതെ കരച്ചിൽ മാത്രം ഡിറ്റർമിൻ ചെയ്യില്ല, ശ്വസിക്കുന്നുണ്ടോ എന്നും കൂടി നോക്കണം. ഓക്കെ, ഇപ്പോൾ മാം പറഞ്ഞല്ലോ ലൈക്ക് ബ്രീത്തിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ മാം പറഞ്ഞു ബ്ലൂ കളർ ആവുന്നുണ്ടോന്ന്. സോ നമുക്കിങ്ങനെ സ്കിൻ കളറിൽ വേരിയേഷൻസ് വിസിബിൾ ആണോ? ഒരു കുട്ടികൾക്ക് കിട്ടുന്ന ഓക്സിജൻ സഫീഷ്യൻ്റ് ആണോ എന്ന് അറിയാൻ നമുക്ക് സ്കിൻ കളർ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ലൈക്ക് ബ്ലൂ കളർ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം നോർമലി ന്യൂബോൺ ജനിച്ച ഉടനെ കൈയും കാലും നീല കളറായിരിക്കും മിക്ക ന്യൂബോൺസിൻ്റെ. അതിനെ ആക്രോസൈനോസിസ് എന്ന് പറയും. അത് നോർമലി എല്ലാ ന്യൂബോണിലും കാണുന്നതാണ്. അവർ നോർമലി ശ്വസിച്ച് തുടങ്ങുമ്പോഴും പിന്നെ ശ്വാസം എടുത്ത് ടെമ്പറേച്ചറൊക്കെ നോർമലായി വരുമ്പോൾ ഈ കയ്യിലെയും കാലിലെയും ഉള്ള നീല നിറം മാറി പിങ്ക് കളർ ആവാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല സെൻട്രൽ സൈനോസിസ് എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ചുണ്ട്, നാവ്, ശരീരം ആകെ നീല കളറിലാകുന്നത്. അത് അണ്ടർലൈങ് ഒരു ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഒരു ലങ്സിൻ്റെ പാത്തോളജി കൊണ്ടുണ്ടാവുന്നതാണ്. അത് നോർമൽ അല്ല. അത് നമുക്ക് കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുഞ്ഞിൻ്റെ ശരീരം ആകെ നീല കളറിലാണ്, ചുണ്ടും നാവും ഒക്കെ നീല കളറിലാണെങ്കിൽ അതൊരു ഡെഫിനറ്റീവ് കുഞ്ഞിന് എന്തോ ഒരു പാത്തോളജി ഉള്ളിലുണ്ട്. ഹാർട്ടിനാവാം, ലങ്സിനാവാം, ചിലപ്പോൾ ഇൻഫെക്ഷൻ കൊണ്ടുപോകാം. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബീസ് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ള, അവർ സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബ്രീത്ത് ചെയ്യുന്ന അവർ ബ്രേക്ക് എടുക്കുന്നെന്നുള്ള. അപ്പം അതുപോലെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബോഡിയിലുള്ള കളർ ഡിഫറൻസിയേഷൻ ഇച്ചിരിയുടെ വലിയ കുട്ടിയായി, ഫോർ എക്സാമ്പിൾ ഒരു 28 days ഒക്കെ ആയി കഴിഞ്ഞാലും നമുക്കത് കാണാൻ പറ്റുമോ? ഈ ബ്ലൂ കളർ ആവുന്നത് ഇപ്പോൾ അണ്ടർലൈങ് ഒരു ഹാർട്ട് ഡിസീസ് കൊണ്ടാണെങ്കിൽ എല്ലാ ഹാർട്ട് ഡിസീസും ജനിച്ച ഉടനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണമെന്നില്ല. ചിലത് ഒരു 72 hours കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വീക്ക് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അത് നോർമലി കുഞ്ഞ് കളിച്ച് ചിരിച്ചിരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നില്ല. പെട്ടെന്നൊരു എക്സേഷൻ അല്ലെങ്കിൽ ഒരു കരച്ചിലിൻ്റെ എൻഡിലായിരിക്കും നന്നായിട്ട് നീല കളറൊക്കെ ആവുന്നത്. അത് അണ്ടർലൈങ് ഒരു ഹാർട്ട് പ്രോബ്ലം കൊണ്ടാണ്. അല്ലാതെ ഈ പോസ് എടുക്കുന്നത് ഇപ്പോൾ ബ്രീതിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു 5 to 10 seconds പോസിൽ കളർ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അത് അവരുടെ നോർമൽ ബ്രീതിങ് പാറ്റേൺ ആണ്. അത് നമ്മളിപ്പം മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിവിയർ ആയിട്ടുള്ള കേസസ് വരാമെന്ന്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മളിപ്പം ഈവൻ ദോ പാരൻസ് ഫുള്ളി അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാവും, ബട്ട് സെർട്ടൻ എമൗണ്ട് ഓഫ് ടൈം അവർക്ക് അറ്റൻഷൻ കൊടുക്കാത്ത സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിൽ ദർ ബി എ ഡിഫറൻസിയേഷൻ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇമീഡിയറ്റ്ലി അങ്ങനെ ഇപ്പോൾ മൂക്കിലൂടെ പാല് വന്നതിന് ശേഷം ഇങ്ങനെ നീല കളറാവുന്നത് അത് നമുക്ക് കാണാൻ പറ്റും. വിസിബിളി കുഞ്ഞിൻ്റെ കളർ മാറുന്നത് പേരൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഈവൻ ന്യൂ ബോൺ പീരീഡിൽ മാത്രമല്ല, കുറച്ച് വലിയ കുഞ്ഞുങ്ങളിലാണെങ്കിലും നമുക്ക് ഈ കളർ ചേഞ്ച് എളുപ്പത്തിൽ പിക്ക് ചെയ്യാൻ പറ്റും. അനദർ തിങ് ലൈക്ക് അബൌട്ട് അഗൈൻ ന്യൂ മോംസ്, അവർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിനെ പറ്റിയും കുറേ കൺസേൺസ് ഉള്ളതായിരിക്കും. സോ അവർ ഓവർ കൺസേൺ ആയിട്ട് അവർ ചിലപ്പോൾ ചില മിസ്റ്റേക്സ് വരുത്താൻ ചാൻസ് ഉണ്ട്. സോ മാം അങ്ങനെ നോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് അവർ വരുത്തുന്നത് എന്തായിരിക്കും? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്രസ്റ്റ് ഫീഡിങ്ങിൽ പ്രോപ്പറായിട്ട് ലാച്ച് ചെയ്യാതെ ഫീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെ ഷാലോ ലാച്ച് എന്ന് പറയും. എന്ന് വെച്ചാൽ കുഞ്ഞ് ജസ്റ്റ് നിപ്പിളിൻ്റെ എൻഡ് മാത്രം സക്ക് ചെയ്ത് കുടിക്കുമ്പോൾ കുഞ്ഞിന് മതിയായ അളവിൽ പാല് കിട്ടുന്നുണ്ടാവില്ല. ഇത് കുഞ്ഞ് വെയിറ്റ് ലോസും ഉണ്ടാവും, പോരാത്തതിന് കുഞ്ഞിൻ്റെ ഡീഹൈഡ്രേഷനും ഉണ്ടാവാം. പക്ഷേ പ്രോപ്പറായിട്ട് മദേഴ്സ്, ന്യൂ മോംസ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുലക്കണ്ണ് അല്ലെങ്കിൽ ഏരിയോല കംപ്ലീറ്റ് ആയിട്ട് ആ നിപ്പിൾ ഫുൾ അറ്റ്ലീസ്റ്റ് ഒരു 3/4 ഭാഗം കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം വലിപ്പിക്കാൻ.
അപ്പോൾ പ്രോപ്പറായി കുഞ്ഞ് ലാച്ച് ചെയ്ത് സക്ക് ചെയ്യുവാണെങ്കിൽ കുഞ്ഞിന് മതിയായ അളവിൽ പാല് കിട്ടും. പിന്നെ വേറെ ഡീഹൈഡ്രേഷൻ പോലത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. കറക്റ്റായി ഒരു കുഞ്ഞ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പെർ ഡേ ഒരു 30 ഗ്രാംസോളം വെയിറ്റ് കുഞ്ഞിന് കൂടും. പിന്നെ അല്ലാതെ ഒരു 6 to 8 ടൈംസ് കുഞ്ഞ് മൂത്രം ഒഴിക്കും. ഇതൊക്കെയാണ് ഒരു അമ്മമാർക്ക് ഇപ്പോൾ വീട്ടിൽ നമുക്ക് കറക്റ്റായിട്ട് കുഞ്ഞ് ഫീഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്. ഒരു ഫീഡിന് ശേഷം അറൗണ്ട് ഒരു 2 hours എങ്കിലും കുഞ്ഞ് ഉറങ്ങുന്നുണ്ട്, ആവശ്യത്തിന് മൂത്രം ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ ഗുഡ് സൈൻസ് ആണ് ബ്രസ്റ്റ് ഫീഡിങ് നന്നായി നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ. വി നോ ദാറ്റ് ബേബീസ് എന്നുള്ളത് ലിറ്റിൽ ഹ്യൂമൻസ് ആണ്. പ്ലസ് അവർക്ക് പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ സെൻസേഷൻസ്, പെയിൻസ്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് സെയിം ഇൻറ്റൻസിറ്റിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി നമ്മൾ ഫീൽ ചെയ്യുന്നേക്കാളും കൂടുതൽ പെയിൻ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബിക്കോസ് അവരുടെ ബ്രെയിനിൽ പെയിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു പാത്വേ, അതിനെ ഇൻഹിബിറ്ററി പാത്വേ എന്ന് പറയും, അത് കംപ്ലീറ്റ് ആയിട്ട് മെച്ചുവർ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈവൻ സ്മോൾ പ്രിക്സ് അല്ലെങ്കിൽ ഒരു ഇഞ്ചെക്ഷൻ, IV കാൻഡുലേഷൻ, ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പെയിൻ ഫീൽ ചെയ്യിപ്പിക്കും. ഇതൊരളവിൽ നമുക്ക് കുഞ്ഞിനെ നന്നായി പൊതിഞ്ഞ് സ്വാഡിൽ ചെയ്യുന്നത് കൊണ്ട് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ മുലയൂട്ടലിലൂടെ അമ്മയായിട്ടുള്ള കോൺടാക്ട്, സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിലൂടെ ഈ പെയിൻ നമുക്ക് ഒരളവിൽ കുറയ്ക്കാൻ പറ്റും. എന്നാലും ഡെഫിനറ്റ്ലി നമ്മളെക്കാളും അധികം അവർക്ക് പെയിൻ ഫീൽ ചെയ്യും. ദെൻ നമ്മുടെ ബർത്തിൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് എ റിയൽ തിങ്, ലൈക്ക് അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നതും ബേബിയുടെ ഇമ്മ്യൂണിറ്റിയും കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇസ് ദാറ്റ് റിയൽ? ലൈക്ക് ആ ഒരു ടൈം എന്നുള്ളത് ഇമ്മ്യൂണിറ്റിക്ക് മാറ്റർ ആണ്? തീർച്ചയായിട്ടും. ഈ ഇതിനെ നമ്മൾ ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ നോർമലി ശ്വസിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ പുക്കിൾക്കൊടി 60 seconds to 3 minutes ശേഷം കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കുഞ്ഞിന് അപ്രോക്സിമേറ്റ്ലി ഒരു 80 to 100 ml എക്സ്ട്രാ ബ്ലഡ് ലഭിക്കുന്നതായിരിക്കും. ഇതിലൂടെ ആ പുക്കിൾക്കൊടി രക്തത്തിൽ ഉണ്ടാകുന്ന സ്റ്റെം സെൽസ് കുഞ്ഞിന് ട്രാൻസ്ഫർ ആവും. ഇത് കുഞ്ഞിനൊരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഉള്ള ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരിക്കും. ഇപ്പോൾ ബേബീസിൻ്റെ ബ്ലഡ് ഷുഗർ ലോ ആവുന്നത്, ഇപ്പം NICUസിലുള്ള ഡോക്ടേഴ്സ് അതിനെപ്പറ്റി കൺസേൺ വരുന്നത്, വൈ ഇറ്റ് ഈസ് ബിക്കോസ് ലൈക്ക് ബ്ലഡ് ഷുഗർ എന്നുള്ള ബേബീസിന് എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്? ഈസ് ദാറ്റ് സിമിലർ ടു ലൈക്ക് ഒരു അഡൽട്ടിലുള്ള ബ്ലഡ് ഷുഗറിന് വരുന്ന കൺസേൺസ് തന്നെയാണോ ബേബീസിനെ റിലേറ്റ്? ലൈക്ക് ബേബീസിൻ്റെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്ലൂക്കോസിലാണ് അതിൻ്റെ നോർമൽ ഫങ്ഷനിങ്ങിനായിട്ട്. അപ്പം ബ്ലഡ് ഷുഗർ കുറയാന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ബ്രെയിനിലേക്കുള്ള ഗ്ലൂക്കോസിൻ്റെ അളവും കുറയാന്നാണ്. ഇതുകൊണ്ട് കുഞ്ഞിൻ്റെ ബ്രെയിനിന് ഉണ്ടാകുന്ന ഡാമേജ് ദാറ്റ് ഇസ് പെർമനൻറ്റ്. ഇതിലൂടെ കുഞ്ഞിന് ഫിറ്റ്സ് വരാം, കുഞ്ഞാകെ ഉഷാറ് കുറഞ്ഞ പോലെ, തളർച്ചയുള്ള പോലെ, കുറേ സമയം ഉറങ്ങുന്ന പോലെയൊക്കെ തോന്നാം. ഇതൊക്കെ കുഞ്ഞിൻ്റെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡാമേജും കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ബ്ലഡ് ഷുഗർ കുറയാന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡാമേജിനെ കുറിച്ചാണ് നമ്മൾ കൺസേൺഡ് ആവുന്നത്. ബിക്കോസ് ആ ഡാമേജ് ഇസ് ഇറിവേഴ്സിബിൾ. നമുക്കതിനെ ഒരിക്കലും പഴയ പോലെ തിരിച്ചാക്കാൻ പറ്റത്തില്ല. ആ ഡാമേജ് ഇസ് പെർമനൻറ്റ്. സോ നേരത്തെ നമ്മൾ ഫീവറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കമ്പയറിങ് വിത്ത് ഫീവർ, ഇത് കുറച്ചുകൂടെ ഒരു ഹൈ ഡിഗ്രി നമ്മൾ കൺസേൺ കൊടുക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. ഡെഫിനറ്റ്ലി. ഇപ്പോൾ ഫീവർ കൊണ്ടുണ്ടാകുന്ന കുറേ പ്രോബ്ലംസ് നമുക്ക് ആൻറ്റിബയോട്ടിക്സിലൂടെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ബ്ലഡ് ഷുഗർ കുറയുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഡാമേജ് ഒരിക്കലും നമുക്ക് പഴയ പോലെ ആക്കാൻ പറ്റത്തില്ല. മറ്റൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ന്യൂമോണിയ വരുന്നത് എന്നാണ്. ആൻഡ് നമുക്ക് ഇപ്പോൾ കുട്ടികളായിരുന്ന സമയത്ത് മേ ബി അവരുടെ ചുമ എന്നുള്ള കാര്യം അവർക്ക് ഇല്ലാണ്ട് തന്നെ ന്യൂമോണിയ വരാനുള്ള സാധ്യതകളുണ്ടോ? ഉണ്ട്. എല്ലാ ന്യൂബോൺസിനും ചിലപ്പോൾ ചുമ ഇങ്ങനെ വലിയ ആൾക്കാർ ചുമക്കുന്ന പോലെ ചുമയ്ക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ എന്നാലും അവർക്കുള്ളിൽ ഇൻഫെക്ഷൻ ഉള്ളതിന് നമുക്ക് ചില സയൻസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, അവരുടെ നെഞ്ചിൻ്റെ 2 ഭാഗവും ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവാം, അല്ലെങ്കിൽ അമിതമായി ശ്വാസം വലിക്കുന്ന പോലെ തോന്നാം. അല്ലാതെ ശ്വസിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ മുക്കി മുക്കി മൂളുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കുക. ഇതൊക്കെ കുഞ്ഞിൻ്റെ ഓക്സിജൻ അളവ് ആവശ്യത്തിന് കുഞ്ഞിന് ലഭിക്കുന്നില്ല എന്നാണ്. ഇത് അണ്ടർലൈങ് ഒരു ന്യൂമോണിയയുടെ സിംറ്റംസ് ആവാം. സോ മാം, ആ ഒരു ഹിഡൻ ആയിട്ടുള്ള സൈൻസ് ഒന്നുകൂടെ ഒന്ന് ലൈക്ക് നമുക്കിപ്പം കഫില്ല പക്ഷെ ന്യൂമോണിയ വരാനുള്ള സാധ്യതകളുണ്ട്. സോ അപ്പം നമ്മൾ നോട്ട് ചെയ്യേണ്ട മെയിനായിട്ട് കുഞ്ഞ് ശ്വസിക്കുന്നത് ഇപ്പോൾ വയറിങ്ങനെ പൊങ്ങും താഴവും ചെയ്യുക, നെഞ്ചിൻ്റെ 2 ഭാഗവും ഇങ്ങനെ കുഴിഞ്ഞ പോലെ പോവുക, പിന്നെ അമിതമായി ശ്വാസം എടുക്കുക. നോർമലി കുഞ്ഞ് ശ്വസിക്കുമ്പോൾ കാമായിട്ടായിരിക്കും ശ്വസിക്കുക, സ്പീഡായിട്ട് ഇങ്ങനെ ശ്വാസം വലിക്കുന്ന പോലെ കാണിക്കുക. പിന്നെ അതല്ലാതെ ഇങ്ങനെ മുക്കുന്ന പോലെ അല്ലെങ്കിൽ മൂളുന്ന പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഒരു സൗണ്ട് നമുക്ക് ചേഞ്ചസ് നോട്ട് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുഞ്ഞിന് ഉള്ളിൽ മതിയായ അളവിൽ ശ്വാസം എടുക്കാൻ സാധിക്കാത്തതുകൊണ്ടുള്ള പ്രോബ്ലംസാണ്. അപ്പം ഡെഫിനറ്റ്ലി ഇങ്ങനെ ചുമ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഇങ്ങനത്തെ സൈൻസ് കാണുമ്പോൾ തന്നെ കുഞ്ഞിന് ഉള്ളിൽ ന്യൂമോണിയ പോലത്തെ ലങ്സിൽ ഉള്ള പ്രോബ്ലംസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്നത്തെ തിങ്, ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ബേബിയുടെ ഫോട്ടോഗ്രാഫീസ് ലൈക്ക് നമ്മുടെ ന്യൂ ബോൺ ബേബീസിനെ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരു റാപ്പ് ചെയ്ത് ലൈക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ട് വെക്കാം.
ഇസ് ദാറ്റ് ലൈക്ക് അത് ഫൈൻ ആണോ അവരങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുന്നത്? അവർക്ക് എന്ത് ടൈപ്പ് ഓഫ് ടെമ്പറേച്ചർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്? വാം ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണോ അതൊരു കോൾഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണോ? ഏതായിരിക്കും ബേബീസ് പ്രിഫർ ചെയ്യുന്നത്? ജനറലി ഇങ്ങനെ ഇപ്പം കോൾഡ് എന്ന് പറഞ്ഞാൽ കോൾഡ് എത്ര ഡേഞ്ചറസ് ആണോ അതേപോലെ തന്നെ ഓവർ ഹീറ്റ് ആവുന്നതും അത്രയും ഡേഞ്ചറസ് ആണ്. അപ്പോൾ കുഞ്ഞിന് ഇപ്പോൾ അമിതമായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് കുഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. ജനറലായിട്ടുള്ള ഒരു റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാതാപിതാക്കൾ ധരിക്കുന്ന വസ്ത്രത്തിന് പുറമെ എക്സ്ട്രാ ഒരു ലെയറും കൂടി കുഞ്ഞിനെ ധരിപ്പിക്കുക എന്നതാണ്. അത്രയും ആ ലെവലിൽ മാത്രം നമ്മൾ കുഞ്ഞിനെ പൊതിഞ്ഞ് വെച്ചാൽ മതിയാകും. ഓവറായിട്ട് തണുപ്പടിക്കാനും പാടില്ല, എന്നാൽ അമിതമായിട്ട് പൊതിഞ്ഞത് കൊണ്ട് ഡീഹൈഡ്രേറ്റും ആവാൻ പാടില്ല. അതായത് ലൈക്ക് രണ്ട് എക്സ്ട്രീമിലോട്ടും പോവാതെ നമ്മളൊരു കറക്റ്റ് ഒരു എൻവയൺമെന്റിലാണ് അവരെ നഴ്സ് ചെയ്യുന്നതെങ്കിൽ അവരതിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ബേബീസിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കംഫർട്ടബിൾ ലെവലിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ദെൻ ലൈക്ക് ബേബീസ് ആണ് അവർക്ക് എന്താ പറയുക പല സൗണ്ട്സും ബ്രീത്തിങ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അവർ ചുമ്മാ സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാവും. സോ നമ്മൾ അതിന് ഞാൻ കണ്ടിട്ടുണ്ട്, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ട്രൂ, ലൈക്ക് അവരുടെ ഓരോ സൗണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ നീഡാണെന്നുള്ളത്. ലിറ്ററലി ട്രൂ ആണോ അത്? അത് കറക്റ്റ് ആണ്. ഇപ്പം വിശന്നിരിക്കുന്ന കുഞ്ഞ് കൈയൊക്കെ വായിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ടായിരിക്കും സൗണ്ട്സ് ഉണ്ടാക്കുക. അത് കുഞ്ഞിന് ഫീഡിന് വേണ്ടിയിട്ടായിരിക്കും. അതേപോലെ നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള സൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ലങ്സിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ന്യൂമോണിയ പോലെ ഉണ്ടാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മൂളുന്ന പോലെ, അതിന് ഗ്രണ്ടിങ് എന്നാണ് പറയുക. അപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ ആ മൂളൽ സൗണ്ട് കേൾക്കുന്നത് അത് ഡേഞ്ചറസ് ആണ്. അതിനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഇപ്പം കുഞ്ഞുങ്ങൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ കരച്ചിലൂടെയാണ്. അപ്പം മെയിനായിട്ട് ഇപ്പം കുഞ്ഞ് വിശന്നിട്ടായിരിക്കും കരയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കംഫേർട്ടും ഉണ്ടായിരിക്കും കരയുന്നത്. സൗണ്ട്സ് എന്ന് പറയുന്ന അവരുടെ കരച്ചിലുള്ള വ്യത്യാസങ്ങളാണ്. അപ്പം മെയിനായിട്ട് വിശന്ന് കരയുന്നത് നമുക്ക് ജനറലി പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഗ്രണ്ടിങ് പോലത്തെ കരച്ചിലായിരിക്കും നമ്മൾ മിസ് ചെയ്യുക. ആൻഡ് ദാറ്റ് വിൽ ബി ഡേഞ്ചറസ്. ദെൻ ബേബീസിൻ്റെ ഹിക്കപ്സ് ആണല്ലോ, അതുപോലെ തന്നെ അവർ സ്നീസ് ചെയ്യുന്നത്, ഇസ് ദാറ്റ് ലിറ്ററലി ലൈക്ക് അത് നോർമൽ ആയിട്ടുള്ള അവരുടെ സൈൻസ് ആണോ അതോ അതെന്തെങ്കിലും ലൈക്ക് വേറെ എന്തെങ്കിലും സൈൻസ് ആണോ അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് നോർമലാണ്, രണ്ടും നോർമലാണ്. സ്നീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹിക്കപ്സ് വരുന്നതൊക്കെ അവരുടെ നോർമൽ ഡയഫ്രമും ലങ്സും ഒക്കെ നന്നായി പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. പക്ഷെ എല്ലാ ന്യൂ മോംസും ഇങ്ങനെ കുഞ്ഞ് തുമ്മുന്നുണ്ട്, ചിലപ്പോൾ ജലദോഷമായിരിക്കും, അങ്ങനെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കത്തില്ല. കുഞ്ഞിൻ്റെ ഇതെല്ലാം നോർമൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇക്കിള് വരുന്നത് ഇതൊക്കെ നോർമലാണ്. പിന്നെ വിത്ത് ഓൾമോസ്റ്റ് എല്ലാ ബേബി ഇഷ്യൂസ് പറയുന്ന സമയത്തും ലൈക്ക് എല്ലാ ഒരു ബേബിയുടെ കാര്യത്തിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് കുഞ്ഞുങ്ങളിലൊരു മഞ്ഞ കാണുന്നുണ്ട്. അത് അഡൽട്ട്സിന് വരുന്ന ജോണ്ടിസിനായിട്ട് റിലേറ്റഡ് ആണോ? കുഞ്ഞുങ്ങളിൽ മെയിൻലി അവരുടെ കരൾ പൂർണ്ണമായിട്ട് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവരുടെ രക്തത്തിലുണ്ടാകുന്ന ബിലിറുബിനെ പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവറിന് സാധിക്കാതെ വരുമ്പോഴാണ് കുഞ്ഞുങ്ങളിൽ മഞ്ഞ കണ്ടുവരുന്നത്. പക്ഷേ ഇത് നോർമലി അഡൽട്ട്സിൽ കാണുന്ന പോലെയല്ല. ഇതിനൊരു സിമ്പിൾ ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അത് ഫോട്ടോതെറപ്പി എന്ന് പറയും. ലൈറ്റിനടിയിൽ കുഞ്ഞിനെ കിടത്തിയാൽ ഈ മഞ്ഞയുടെ അളവ് കുറഞ്ഞു വരും. പിന്നെ ജനറലി എല്ലാ കുഞ്ഞുങ്ങളിലും ആദ്യത്തെ ഒരു 7 days to 10 daysനുള്ളിൽ ലിവറിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ആവും. അതിനൊപ്പം അവരുടെ ബ്രസ്റ്റ് ഫീഡിങ്ങും ഇമ്പ്രൂവ് ആവുന്നത് കൊണ്ട് ഈ മഞ്ഞയുടെ അളവ് ഒരു 1 week കഴിയുമ്പോഴേക്കും കുറഞ്ഞ് പിന്നെ അതൊരു കൺസേൺ അല്ലാതെയാവും. ഇനീഷ്യൽ പീരീഡിൽ ബിക്കോസ് അവരുടെ ലിവർ ഇമ്മച്വർ ആയതുകൊണ്ടാണ് ഇത് കാണുന്നത്. അത് കുറച്ച് കോമൺലി ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് അല്ലെങ്കിൽ ഹൈ ലെവലിൽ കാണുന്നത് പ്രീ ടേം ബേബീസിലായിരിക്കും. ടേം ബേബീസ് നന്നായി ഫീഡ് ചെയ്യുന്നവരിൽ മിക്കപ്പോഴും ഇതങ്ങനെ ഒരു 1 weekനുള്ളിൽ അത് സെറ്റിലാവും. ബൈ ഫോട്ടോതെറാപ്പി മീൻ ചെയ്യുന്നത് നമ്മൾ യൂഷ്വലി കുട്ടികളുടെ വെയിൽ കൊള്ളിക്കാന്ന് പറയുന്നുണ്ട്. ആ സെയിം സാധനം തന്നെയാണോ? വെയിലിൽ ഇപ്പം നല്ല റേസും ഉണ്ട്, ഹാംഫുൾ ആയിട്ടുള്ളതും ഉണ്ട്. പക്ഷെ ഫോട്ടോതെറപ്പി എന്ന് പറയുമ്പോൾ നമ്മളത് ഫിൽറ്റർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഈ ബിലിറുബിൻ്റെ അളവ് കുറയ്ക്കാനുള്ള പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള ലൈറ്റ്സ് മാത്രമാണ് കുഞ്ഞിന് കിട്ടുക. നമ്മൾ ജനറലി പുറത്ത് കൊണ്ടുപോയി വെയിൽ കൊള്ളിക്കാന്ന് പറയുമ്പോൾ ചിലപ്പം നമ്മൾ നട്ടുച്ച സമയത്തൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ, രാവിലെയല്ലേ. അപ്പം അതിൽ ആവശ്യത്തിനുള്ളത്രയും ആ UV റേസ് കുഞ്ഞിന് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ ഫോട്ടോതെറപ്പിയിൽ അങ്ങനെയല്ല, അത് ഫിൽട്ടർ ചെയ്ത റേസ് ആണ് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ആ അളവ് കുറയ്ക്കാനും പറ്റും. പിന്നെ അതിനൊപ്പം ഈ ബിലിറുബിൻ്റെ വാല്യൂ കുറഞ്ഞു വരുമ്പോൾ തന്നെ കുഞ്ഞിന് ആകെ ഒരു ഇമ്പ്രൂവ്മെൻറ്റും. നമ്മൾ വെയിൽ കൊള്ളിക്കുന്നത് ഹാംഫുൾ ആയിട്ട് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ ബേബീസിന്? ഹാംഫുൾ എന്ന് പറഞ്ഞാൽ അത് കൊള്ളിക്കുന്ന ആ സമയത്ത് രാവിലെയും വൈകിട്ടും കുഴപ്പമില്ല, ആഫ്റ്റർനൂൺ ടൈമിൽ പൊതുവെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സോ മാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബീസിൻ്റെ അവർ ഹെൽത്തി ആണോ എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് അവരുടെ വെയിറ്റിൽ ഓൾമോസ്റ്റ് ഒരു 30 grams ഇൻക്രീസ് ഉണ്ടാവും എന്നുള്ളത്. സോ അത് കൺസിസ്റ്റൻ്റ് ആണോ? എങ്ങനെയാണ് അവരുടെ ആ ഒരു ട്രാക്ക് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്? എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ച് കഴിഞ്ഞ ഉടനെ വെയിറ്റ് ലോസ് ആയിരിക്കും. അതൊരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. ഫസ്റ്റ് ഒരു 7 daysന് ശേഷമാണ് പിന്നെ വെയിറ്റ് കൂടുക. ഫസ്റ്റ് 7 days എല്ലാ ബേബീസിനും വെയിറ്റ് ലോസ് ആയിരിക്കും ഉണ്ടാകുക.
ഇത് ആക്ച്വലി ന്യൂ മോംസിന് ഒരു കൺസേൺ ആണോ, ഇന്ന് വെയിറ്റ് കുറഞ്ഞു പോയി, അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ അത് നോർമലി 7th ഡേ കഴിയുന്നത് മുതലാണ് പിന്നെ പെർ ഡേ 20 to 30 grams വീതമാണ് വെയിറ്റ് കൂടുക. നോർമൽ പ്രോസസ്. ഓക്കെ, സോ നമുക്ക് ആ ഒരു 1 വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ട്രാക്കിംഗ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വെയിറ്റ് കുറയുന്നതിന് ഒരു അളവുണ്ട്. മീൻസ് നോർമൽ അപ് ടു 10% ഓഫ് ബർത്ത് വെയിറ്റ് കുറയുന്നതാണ് നോർമൽ. അതിനേക്കാളും കുറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ പ്രോബ്ലംസ് ഉണ്ട്, ബേബിക്ക് സഫീഷ്യൻ്റ് ആയി മിൽക്ക് കിട്ടുന്നില്ല എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മൾ അതിൻ്റെ റെക്കോർഡ് വെക്കാനാണ് ഈ വെയിറ്റ് നോക്കുന്നത്. ഫസ്റ്റ് 7 days കുറയുന്നതിന് ഒരു നോർമൽ അളവാണ് 10%. സോ മാം, ലൈക്ക് ഇനീഷ്യലി നമ്മൾ ബേബീസിന് കൊടുക്കേണ്ട വാക്സിനേഷൻസ് ഏതാണ്? നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന മുന്നേ ഒക്കെ? ഡിസ്ചാർജ് ആവുന്നതിന് മുന്നേ BCG പിന്നെ പോളിയോ വാക്സിനാണ് കൊടുക്കുക. ജനിച്ച ഉടനെ തന്നെ കുഞ്ഞിന് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ വിത്തിൻ 24 hours തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. സോ നമ്മൾ ബർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഐ ഹാവ് സീൻ റീൽസിലൊക്കെ ബേബീസിനെ ഫാദറിന്റെ ചെസ്റ്റിൽ കൊണ്ടുപോയി കിടത്തുന്നത്. എന്തിനാണ് ലൈക്ക് എന്തിനാണ് അവിടെ ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്? അതും ബേബിയുടെ മദറിലല്ല ഫാദറിലാണ് അത് കാണുന്നത്. എന്താ ഇത്? നോർമലി മദേഴ്സിനാണ് ഇമ്മീഡിയറ്റ്ലി ലേബർ റൂമിൽ ചെയ്തിട്ടുണ്ടാവും. മീൻസ് കുഞ്ഞ് ജനിച്ച് നോർമലി ശ്വസിക്കുകയാണെങ്കിൽ പുക്കിൾക്കൊടി കട്ട് ചെയ്യുന്നതിന് മുന്നേ കുഞ്ഞിനെ ഡയറക്റ്റ് അമ്മയുടെ ചെസ്റ്റിലോട്ടാണ് കിടത്തുക. അപ്പോൾ ഇത് അമ്മയുടെ ചൂട് കുഞ്ഞിന് കിട്ടാൻ വേണ്ടിയിട്ടും കുഞ്ഞിന് ബെറ്റർ ആയിട്ട് ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും, അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ്. അതേപോലെ തന്നെ അമ്മ ഇനിയും ലേബർ റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടാവില്ല. അപ്പം ആ സമയത്ത് കുഞ്ഞിന് ഈക്വലി റെസ്പോൺസിബിൾ വേറൊരു പേരൻറ്റും കൂടിയുണ്ട്. നമുക്ക് അച്ഛന് വേണമെങ്കിലും അതിന് കാംഗ്രൂ മദർ കെയർ എന്ന് പറയുന്ന പോലെ കാംഗ്രൂ ഫാദർ കെയറും ഉണ്ട്. അപ്പോൾ കുഞ്ഞിനെ അച്ഛൻ്റെ മാറത്തും കിടത്താറുണ്ട്. ഇത് അച്ഛനുമായിട്ടുള്ള ബോണ്ടിങ്ങും ബെറ്റർ ആക്കും. പിന്നെ കുഞ്ഞിന് നോർമലി ഉള്ള ആ ചൂട് കിട്ടുന്നത് അത് അച്ഛന് വേണമെങ്കിലും കൊടുക്കാം. നോട്ട് ജസ്റ്റ് ഫാദർ മദർ വെൻ ഗ്രാൻഡ് പേരൻസ് ആർക്ക് വേണമെങ്കിലും ഈ സ്കിൻ ടു സ്കിൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ബേബി ഉണ്ടാവുന്ന സമയത്ത് ന്യൂ മോം മാത്രമല്ല ന്യൂ ഫാദർ, ന്യൂ ഗ്രാൻഡ് പാരൻസ്, ന്യൂ ഫാമിലി തന്നെയാണ്. എല്ലാവരും ബേബിയുടെ മേലെ ഈക്വലി റെസ്പോൺസിബിൾ. സോ മാമിൻ്റെ ഈ ഒരു വർക്കിൽ ലൈക്ക് മാം ഏറ്റവും നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് വിത്ത് ബേബീസ് അങ്ങനെ ചോദിച്ചാൽ മാമിന് എന്താ പറയണ്ടേ? ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ടൈനി ബേബി 24 വീക്കറായിരുന്നു. വെറും 570 grams ഉണ്ടായിട്ടുള്ളൂ. അറൗണ്ട് 100 days നമ്മുടെ കൂടെ തന്നെ ICUയിൽ ഉണ്ടായിരുന്നു. ബേബി കംപ്ലീറ്റ്ലി ഒരു ഫൈറ്റർ തന്നെയായിരുന്നു. കുറേ ദിവസം വെന്റിലേറ്ററിലായിരുന്നു. പിന്നെ ഫൈറ്റ് ചെയ്താണ് ബേബി ആക്ച്വലി ഗോട്ട് ഡിസ്ചാർജ്ഡ് ഓൺ ദ 100th day. വെയിറ്റ് അറൗണ്ട് 1.8 kg ആയ പിന്നെയാണ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തത്. ഫസ്റ്റായിട്ട് ബേബീനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത്, ഫാമിലിക്ക് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ ആണ് ഫാമിലി കൺസേൺ ചെയ്യേണ്ട സമയത്ത്? എങ്ങനെയാണ് ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് അവർ ഡീൽ ചെയ്യേണ്ടത്? എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം? മെയിൻലി കുഞ്ഞുങ്ങളെ നന്നായിട്ട് പൊതിഞ്ഞ് വെക്കുക. പിന്നെ എല്ലാ 1.5 മണിക്കൂർ to 2 മണിക്കൂർ അല്ലെങ്കിൽ കുഞ്ഞ് കരയുന്നതിനനുസരിച്ച് പാല് കുടിപ്പിക്കുക. പിന്നെ ഇതല്ലാതെ ആദ്യത്തെ 6 മാസം എപ്പോഴും അമ്മയുടെ പാല് തന്നെയാണ് കുഞ്ഞിന് ഏറ്റവും ബെസ്റ്റ്. അപ്പം വേറെ തേന്, പഞ്ചസാര വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഞ്ഞിന് കൊടുക്കരുത്. അമ്മയുടെ മുലപ്പാല് മതി. അത് ആദ്യത്തെ ഒരു 2-3 ദിവസം വളരെ കുറവായിരിക്കും വരിക. പക്ഷെ അത് ഡ്രോപ്സ് പോലെ അല്ലെങ്കിൽ കട്ടിയായിട്ട് ഡ്രോപ്സ് പോലെ, അതിന് കൊളോസ്ട്രം എന്നാണ് പറയുക. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബേബിക്ക്. ഒരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കൊളോസ്ട്രം. അപ്പോൾ അത് മിക്ക ആൾക്കാരും ആദ്യം വരുന്ന പാല് കൊടുക്കരുത്, അത് കളയണം, അങ്ങനെയൊക്കെ ചില പ്രാക്ടീസസ് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ട് എപ്പോഴും കുഞ്ഞിനെ കിട്ടുമ്പോൾ ആദ്യമുള്ള പാല് കുഞ്ഞിന് എന്താണെങ്കിലും കിട്ടുന്നത് ഉറപ്പ് വരുത്തണം. പിന്നെ പറഞ്ഞ പോലെ ആദ്യത്തെ 3 ദിവസം കുറവായിരിക്കും, വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അമ്മയുടെ പാല് തന്നെ മതിയാവും. കുഞ്ഞിനെ ഒരു 1.5 to 2 hours കൂടുമ്പോൾ വലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും പാലാവും, അമ്മയായിട്ടുള്ള ബോണ്ടിങ് കൂടും. പിന്നെ കുഞ്ഞ് കരയുന്നതൊക്കെ കാണുമ്പോഴാണ് അമ്മയ്ക്ക് ബ്രെയിനിൽ നിന്ന് പാല് വരുന്ന സിഗ്നലൊക്കെ വരിക. അപ്പോഴാണ് ബെറ്റർ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇനി ഫസ്റ്റ് വരുന്ന മിൽക്ക് എന്നുള്ളതിൽ കളർ ഡിഫറൻസിയേഷൻസ് ഉണ്ടാവും. ചില ഡാർക്ക് യെല്ലോ കളർ ആയിരിക്കും. അത് കുറേ സ്ഥലത്ത് ഇങ്ങനെ പറയും അത് ആദ്യം കളയണം എന്നിട്ട് പിന്നെയുള്ള പാലാണ് കുഞ്ഞിന് കൊടുക്കേണ്ടതെന്ന്. പക്ഷെ ഏറ്റവും ന്യൂട്രീഷ്യസ് മിൽക്ക് കൊളോസ്ട്രമാണ്. അത് ഈവൻ ഒരു 5-6 ഡ്രോപ്സ് പോലെ ആയിരിക്കും ആദ്യം വരിക. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുഞ്ഞിന് അതെന്താണെങ്കിലും കൊടുക്കണം.